ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്നെത്തും. ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിലാണ് 3 ദിവസം ഗവർണർ തങ്ങുക. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിലും സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കാനെത്തുന്ന ഗവർണർ SFIയുടെ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ താമസം സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയായിരുന്നു. ക്യാമ്പസിൽ ഗവർണർക്കെതിരെ SFI ബാനർ സ്ഥാപിച്ചു. വൻ പ്രതിഷേധമുയർത്തുമെന്ന് SFI വ്യക്തമാക്കി. കർഷക പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് പിന്മാറേണ്ടി വന്ന രാജ്യമാണ്. പ്രധാനമന്ത്രിയേക്കാൾ വലുതല്ല ഗവർണറെന്നും SFI കേന്ദ്ര കമ്മിറ്റി അംഗം PH ഹസൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗവർണർ ഇവിടേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് SFI ഏറ്റെടുത്തിരിക്കുന്നത്. ഭാവിയിൽ മണിക്കൂറുകളിൽ ഏതൊക്കെ രീതിയിൽ സമരം ചെയ്യണം, ഏതൊക്കെ ഘട്ടത്തിൽ ആ രീതിയിൽ സമരം ചെയ്യണം എന്നതിനെ കുറിച്ച് SFI ആലോചിച്ച് വേണ്ടതുപോലെ തന്നെ ഉചിതമായ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമരം തന്നെ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗവർണർ കയറും എന്നുള്ളത് ഗവർണർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങളും പ്രതികരിക്കുന്നത്. അപ്പോൾ ഗവർണർ കയറുമോ? ഇപ്പോൾ നമുക്കറിയാം, പഞ്ചാബിലെ കർഷകരുടെ സമരം നടത്തുമ്പോൾ പ്രധാനമന്ത്രിക്ക് മടങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയേക്കാൾ വലുതല്ലല്ലോ ഗവർണർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മുട്ടുമടക്കേണ്ടവർക്ക് മുട്ടുമടക്കേണ്ടതായി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതിപ്പോ ഈ പറയുന്ന പോലെ ആര് പ്രവചിച്ചാലും അത് ആ സമയത്ത് സമരത്തിന്റെ തീക്ഷ്ണതക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. അപ്പൊ ആ രീതിയിലുള്ള സമരങ്ങളിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. MS അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ശക്തമായ പ്രതിഷേധമുയർത്താനാണ് SFI തയ്യാറെടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കടക്കാൻ അനുവദിക്കില്ല എന്ന സമീപനം തന്നെയാണോ സ്വീകരിക്കുന്നത്? നിലവിൽ SFI നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഗവർണറെ ക്യാമ്പസിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ SFI പ്രഖ്യാപിച്ചതാണ് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ കടക്കാൻ ഗവർണറെ അനുവദിക്കില്ല. എന്നാൽ അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ 3 ദിവസം താമസിച്ച് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കാനുള്ള നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. നമുക്ക് കാണാം, ഒരു വലിയ കറുത്ത ബോർഡ് ബാനർ ഉയർത്തിയിരിക്കുന്നത് ചാൻസലർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് SFIയുടേതായി ഒരു പോസ്റ്റർ ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് 3000-നും 5000-നും ഇടയ്ക്ക് കുട്ടികൾ അണിനിരക്കുന്ന വലിയ പ്രതിഷേധം ഇന്ന് ഈ ക്യാമ്പസിന്റെ മുൻവശത്തുണ്ടാവും. നമുക്ക് കാണാം, ഇവിടെ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാറിയാണ് ക്യാമ്പസിന്റെ പ്രവേശന കവാടം. അവിടെയും ഒരു വലിയ ബാനർ ഉയർത്തിയിരിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്ന ഗവർണർ അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ ക്യാമ്പസിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ 2 ബാനറുകൾ, ഈ ബാനറും തൊട്ട് താഴെയുള്ള ബാനറിനും ശേഷം സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു ബാനർ കൂടി കാണാം. അതിനോട് ചേർന്നാണ് ഈ ഗസ്റ്റ് ഹൌസ് ഉള്ളത്. ആ ഗസ്റ്റ് ഹൌസിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രധാന കവാടത്തിലേക്കുള്ളത്. ഈ കവാടങ്ങൾ ഒരുപക്ഷെ ഉപരോധിക്കുന്നതിനുള്ള നീക്കമാവും SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SFIയുടെ സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന നേതാക്കളും ഈ കേന്ദ്ര നേതാക്കളും, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനകം തന്നെ ഈ കലാലയത്തിലേക്ക്, ഈ ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ കോളേജുകളിൽ നിന്നും SFI പ്രവർത്തകരെ ഇന്ന് ഈ ക്യാമ്പസിലേക്ക് എത്തിക്കാനാണ് നീക്കം. ഏതാണ്ട് 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് ഈ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ്. അവിടെ വലിയ അപ്രമാദിത്വം തന്നെ SFIക്കുണ്ട്. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ പിന്തുണ SFIക്ക് ഈ കലാലയത്തിലുണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കൊപ്പം സമീപ പ്രദേശങ്ങളിലെ കോളേജുകളിൽ നിന്നുള്ള, കോഴിക്കോട് ജില്ലയിലെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിച്ച് വലിയൊരു പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. നമുക്ക് നേരത്തെ ഈ ഹസന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമാണ്. കാരണം ഈ വലിയ പ്രതിഷേധത്തെ തുടർന്ന്, കർഷക പ്രതിഷേധത്തെ തുടർന്ന് മാറേണ്ടി വന്ന ഒരു സാഹചര്യം, പിന്മാറേണ്ടി വന്ന സാഹചര്യം പ്രധാനമന്ത്രിക്ക് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അത്തരമൊരു വലിയ പ്രക്ഷോഭം ഉയർത്തി ഗവർണറെ ഈ ക്യാമ്പസിലേക്ക് കടക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാം എന്നൊരു ആലോചനയാണ് SFIക്കുള്ളതെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ കാണാം, കാറുകളൊക്കെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് അവിടെയാണ്. ഗവർണറെ സ്വീകരിക്കുന്നതിനുള്ള വാഹനങ്ങളാണ്. 3 നില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലാണ് ഗവർണർക്കുള്ള മുറി ഒരുക്കിയിരിക്കുന്നത്. അതായത് പ്രവേശന കവാടം കഴിഞ്ഞ് ഏതാണ്ട് 200 മീറ്റർ മാറിയാൽ ഏറ്റവും അടുത്ത് തന്നെയാണ് ഈ ഗവർണർക്കായി ഗസ്റ്റ് ഹൗസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന് പിൻവശത്ത് വനിതാ ഹോസ്റ്റലുണ്ട്, അതിന് പിൻവശത്ത് പുരുഷന്മാരുടെ ഹോസ്റ്റലുമൊക്കെയാണ്. ഇങ്ങനെയാണ് ഈ ക്യാമ്പസിന് അടുത്തടുത്ത് തന്നെയാണ് ഇത്തരം ഈ കെട്ടിടങ്ങൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ പോലീസ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാം എന്നൊരു പ്രതീക്ഷ
പ്രതീക്ഷയാണ് SFIക്കുള്ളത്. അല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് CPM ആണോ എന്നതൊന്നും തങ്ങൾക്ക് ഈ പ്രതിഷേധമുയർത്തുന്നതിൽ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും സമരത്തിന്റെ ഭാവി പ്രവചിക്കാനാവില്ല. സംഘർഷത്തിലേക്ക് ഈ സമരം നീങ്ങുമോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. എന്താണ് സമരരീതി എന്നതും സസ്പെൻസായി വെക്കുകയാണ് SFI പ്രവർത്തകർ. അത് ഏത് തരത്തിലുള്ള സമരരീതിയാണെന്ന് ആ സമയത്ത് കാണാം എന്നതാണ് പറയുന്നത്. എന്തായാലും ഗവർണറെ സർവകലാശാലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അനീഷ്, വലിയ രീതിയിലുള്ള സുരക്ഷാ വിഷയമായി ഇത് മാറ്റിയിട്ടുണ്ട്. ആ നിലയിൽ ഉയർത്താവുന്ന തരത്തിൽ എല്ലായിടത്തും ഗവർണർ ഈ വിഷയം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണോ നമുക്ക് ഇപ്പോൾ സർവകലാശാലയിൽ കാണാൻ കഴിയുന്നത്? ഗവർണർ പ്രത്യേക സുരക്ഷ ആവശ്യപ്പെടില്ല, അത് ഉത്തരവാദിത്വം പോലീസിന്റേതാണ് എന്നത് ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്? രേണുക, ഗവർണർ പ്രത്യേക സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ പോലീസ് ഈ ക്യാമ്പസിൽ ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം ക്യാമ്പസിന്റെ എല്ലാ ഇടങ്ങളിലും പോയി ഏതു തരത്തിലുള്ള സുരക്ഷ ഒരുക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്തു. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ പരിധിയിൽ വരുന്ന ഇടമാണ് ഈ ക്യാമ്പസ് ഭാഗം. അതുകൊണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പി ആണ് ഇക്കാര്യത്തിൽ ഈ സുരക്ഷയുടെ പൂർണ്ണ ചുമതലയുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ 6 ഡിവൈഎസ്പി 6 CIമാരും ഒപ്പം 300ഓളം പോലീസുകാരെയും ക്യാമ്പസിന്റെ അകത്തും പുറത്തുമൊക്കെയായി വിന്യസിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും എയർപോർട്ടിലാണ് 6:30 ആദ്യം അദ്ദേഹം എത്തിച്ചേരുക. അവിടെ നിന്നുമാണ് റോഡ് മാർഗം ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് എയർപോർട്ട് ഭാഗത്ത് ആദ്യം തലത്തിലെ സുരക്ഷ ഒരുക്കും. അതിനുശേഷം അദ്ദേഹം വരുന്ന വഴികളിലുടനീളം പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് അറിയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ അദ്ദേഹത്തെ വഴിയിൽ കരിങ്കൊടി കാട്ടുന്ന അടക്കമുള്ള പ്രതിഷേധമുണ്ടായാൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനാൽ ആ വഴി നീളമുണ്ടാവും. ഒപ്പം ഈ ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിലെ പ്രത്യേകിച്ചും ഗസ്റ്റ് ഹൌസിലും സമീപ പ്രദേശങ്ങളിലും പ്രവേശന കവാടം, മറ്റന്നാൾ ഈ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി നടക്കാനുള്ള ഓഡിറ്റോറിയം, ഒപ്പം ഈ മെൻസ് ഹോസ്റ്റലിന് സമീപമുള്ള ഇടങ്ങൾ, അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ഗസ്റ്റ് ഹൌസിലേക്ക് വരാൻ സാധ്യതയുള്ള വഴികൾ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും പോലീസിന്റെ ഒരു കനത്ത ബന്ദോബസ്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇക്കാര്യമായ ഒരു പോലീസ് സാന്നിധ്യം ഇവിടെ ഇല്ല. ഉച്ചയോടുകൂടി പോലീസുകാരുടെ വിന്യാസം പൂർണ്ണമായി ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ക്യാമ്പസിനകത്തും പുറത്തും ശക്തമായ സുരക്ഷ ഒരുക്കാനാണ് നീക്കം. അതേസമയം ഗവർണറെ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് SFI. ഏത് വിധേനയും അത് തടയും. ആ രീതിയിലുള്ള സമരം കാണാം, സമരമാർഗം പുറത്തെടുക്കും എന്നതാണ് SFI പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അദ്ദേഹം വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ എത്തുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.